ഈ സൗജന്യ യാത്ര സീറോ ടിക്കറ്റ് അടിക്കുന്ന സഹോദരിമാർക്ക് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടുമോ എന്ന് നിങ്ങൾ പരിശോധിക്കും. അതുകൂടി ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. കാരണം അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലും ഇൻഷുറൻസ് ലഭിക്കത്തക്ക രീതിയിൽ, കാരണം ടിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് ഇല്ല എന്നാണ് പറയരുത്, അത് കൊടുക്കണം. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചാൽ മതി. സീറോ ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് വരില്ല, സീറോ ടിക്കറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ, അത് കുറ്റമായി പറഞ്ഞതല്ല. അതുകൂടി ഉൾപ്പെടുത്തണം എന്ന് പറയാം. ഈ കുഞ്ഞുങ്ങളെ ആൺകുട്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഒരു ബസ്സിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കയറുമ്പോൾ ഒരേ ക്ലാസ്മേറ്റ്സ് ആണ്, ഒരാൾക്കുണ്ട് ഒരാൾക്കില്ല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു സങ്കടമാവും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ക്യാൻസർ രോഗികൾക്ക് കൊടുത്തു. കാരണം നമുക്ക് പല പരിമിതികളുണ്ടായിരുന്നു, നമ്മൾ ക്യാൻസർ രോഗികൾക്ക് കൊടുത്തു കൺസെഷൻ. ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ ചിന്താ ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ ഹൃദ്യമായ സ്നേഹത്തോടെയുള്ള ഊഷ്മളമായൊരു സ്വാഗതം. നമ്മുടെ ചിന്താ ഡ്യൂട്ടി ഫ്രീ ചാനലിൽ ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്ന, ഇന്ന് വിശകലനം ചെയ്യുന്ന, നിങ്ങളുമായി പങ്കുവെക്കുന്ന വിഷയം, നമ്മളെ UDF സർക്കാർ നല്ല സന്തോഷത്തോടെ, നല്ല ആവേശത്തോടെ, ആരവത്തോടെ അധികാരത്തിൽ വരാൻ ഏറ്റവും ഒരു ഗ്ലാമർ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. അതിൻ്റെ പ്രതിധ്വനിയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി. ഒരു വിഭാഗം ആളുകൾ സൗജന്യ സന്തോഷത്തോടെ ആർമാദിക്കുന്നുണ്ടെങ്കിൽ മറുഭാഗം അല്ലെങ്കിൽ മറുപക്ഷം ഒരു പാതിയിലധികവും ആളുകൾ നെഞ്ചത്തടിക്കുന്നുണ്ട് എന്ന വിവരവും വിശകലനവുമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മളെ ആദരണീയനായ, ബഹുമാന്യനായ, നല്ല സുന്ദരനായ നമ്മുടെ സതീശൻ സാർ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിലെ ഗ്ലാമർ വാഗ്ദാനങ്ങളിലൊന്നാണ് നമ്മുടെ സ്ത്രീകൾക്ക്, തരുണിമണികൾക്ക് ഉല്ലാസയാത്ര, സൗജന്യ യാത്ര KSRTC ഡിപ്പോയിൽ, അതിൻ്റെ ഓർഡിനറികളിലൊക്കെ. അപ്പം അതിൻ്റെ ഫലവും അതിൻ്റെ വിഫലവും അതിൻ്റെ പ്രത്യാഘാതവും എന്തൊക്കെയെന്നൊരു ചെറിയ ഒരു വിലയിരുത്തലും അതിൻ്റെ ഒരു വിശകലനവുമാണ് ഞാൻ ചെയ്യുന്നത്. സദയം നിങ്ങൾ ക്ഷമിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് എഴുതിയാലും ഒക്കെ. അഥവാ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി വിശകലനം ചെയ്യുമ്പോൾ, ഈ സ്ത്രീ സൗജന്യ യാത്ര എന്ന കേട്ട് ഉല്ലസിച്ച് ആർമാദിക്കുമ്പോൾ അതിൽ 2-3 വർഷത്തേക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് അതിൻ്റെ ചർച്ച ചെയ്യുന്ന വിഷയം. ഒന്ന്, ഒരു പറ്റം സ്ത്രീകൾ, അല്ലെങ്കിൽ ഒരു പകുതിയിലധികവും, ഇപ്പോൾ മന്ത്രി സാർ ജോണി സാറിനെ കണ്ടുകൊണ്ടൊക്കെ അഭിപ്രായം പറഞ്ഞ ഒരു പറ്റം സ്ത്രീകൾ 2-3 വിഷയങ്ങളിലായിട്ടാണ്. ഒന്ന്, സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് വാചാലനായി. മറ്റൊരു വിഭാഗം ആണുങ്ങൾ ആണത്തത്തോടെ കാശ് കൊടുത്തു പോകുന്നു, ഞങ്ങൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ എന്ന അഭിമാന പ്രശ്നവും അപമാന പ്രശ്നവും ഒരു വശത്ത്. നല്ല സർക്കാർ ജോലിക്കാരും നല്ല പ്രവാസികൾ, ഭാര്യമാരും, കാശുള്ളവരൊക്കെ ഞങ്ങൾക്ക് എന്തിനാ സൗജന്യം എന്നൊരു ആശങ്കയും അഭിമാന പ്രശ്നവും പങ്കുവെക്കുമ്പോൾ, മറ്റൊരു വശത്ത് വലിയൊരു സംരംഭമായ സ്വകാര്യ ബസ് സംരംഭം മന്ത്രി സതീശൻ സാർ CMന്റെ 19-ാം തീയതിയുള്ള ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം ഞങ്ങൾ അനിശ്ചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന്, സ്വകാര്യ ബസ് സംരംഭ മേഖല പട്ടിണിയാവുമെന്ന് പേടിച്ച്. അപ്പോൾ 2-3 വിഷയം. ഒന്ന് സ്ത്രീ പുരുഷ സമത്വം, ഒന്ന് അപമാന പ്രശ്നം, മറ്റൊന്ന് സ്വകാര്യ ബസ് മേഖല തകരുന്ന പ്രശ്നം. നമുക്കൊന്ന് വിശകലനം ചെയ്യാം. തൊട്ടടുത്ത 19-ാം തീയതി മന്ത്രി അവരുടെ ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം സ്വകാര്യ ബസ് മേഖല അനിശ്ചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. അവർ അനുബന്ധ കക്ഷികളെ കൂട്ടിക്കൊണ്ട് അനിശ്ചിതമായ കർക്കശ നിലപാടെടുക്കുമെന്ന് പറയാൻ കാരണം ഒന്ന് വിശകലനം ചെയ്യാം നമുക്ക്. ഒരു സ്വകാര്യ ബസ് വലിയ ലക്ഷങ്ങൾ മുടക്കി നിരത്തിലിറക്കാൻ ഓടി തുടങ്ങുമ്പോൾ, ആ സ്വകാര്യ ബസ് രാവിലെ 5-നോ 6-നോ 7-നോ പ്രഭാതത്തിൽ ബസ് റോഡിലേക്ക് നിരത്തിലിറക്കുന്നതിന് മുമ്പ് പമ്പിൽ കയറി ഏകദേശം ഒരു ബസ് 100 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ, ഇന്നത്തെ നികുതി കണക്കനുസരിച്ച് ഞാൻ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ 2276 രൂപ ഒരു സ്വകാര്യ ബസ് ടാക്സ് ഇനത്തിൽ നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ടതുണ്ട്, ഒരു ബസ്. അപ്പോൾ ആ ഒരു വലിയൊരു ബസ് സ്വകാര്യ ബസ് മേഖല
ഈ 2266 രൂപ ഒരു ബസ്സിന് എണ്ണയടിക്കാൻ ടാക്സ് ഇനത്തിൽ പോകുന്നുണ്ടെങ്കിൽ അവരെയും പരിഗണിക്കണ്ടേ സതീശൻ സാറേ? 4 മിനിറ്റ് 5 മിനിറ്റ് ക്യാപ്പിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യ ബസ്സും KSRTCയും മാറി മാറി ഓരോ റൂട്ടിൽ പോകുമ്പോൾ ഒരു ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ മറ്റേ ബസ്സിന് ആൾ കാത്തിരിക്കുമോ? പച്ചയായ സത്യമല്ലേ? അപ്പോൾ ഒന്ന്, സ്വകാര്യ ബസ് മേഖല തകരുന്നൊരു പ്രശ്നം. നേരത്തെ പറഞ്ഞ പോലെ അഭിമാനത്തിൻ്റെ പ്രശ്നം സ്ത്രീകൾ പറയുമ്പോൾ ഇത്രയും സ്വകാര്യ ബസ് മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നം ആര് പരിഹരിക്കും? സ്വകാര്യ ബസ് മേഖല വലിയ പ്രശ്നമാണ്. ആരും അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ കാര്യങ്ങൾ അവരുടെ നേതാക്കളൊക്കെ പങ്കുവെക്കുന്നുണ്ടെങ്കിലും നിഷ്പക്ഷമായിട്ട് നമുക്ക് ആലോചിച്ചാൽ, ഞാൻ എൻ്റെ വിലയിരുത്തലിൽ ഒന്ന് വിചിന്തനം നടത്താം. 1 ലിറ്ററിന് 104 രൂപയാണ് സ്വകാര്യ ബസ്സിൽ അടിക്കുന്ന ഇന്ധനത്തിൻ്റെ ഇന്നത്തെ വില. 104 രൂപ. അപ്പോൾ നമ്മൾ രാവിലെ 9 മണിക്കും വൈകുന്നേരം 4-5 മണിക്ക് ബസ് കുത്തി ബാക്കിലും മുന്നിലും നിറയെ യൂണിഫോമുകൾ. ഈ കൺസെഷൻ കുട്ടികൾ 104 രൂപ ബസ്സിൻ്റെ ഓണർക്കും പണിക്കാർക്കും കിട്ടണമെങ്കിൽ 1 രൂപ കൺസെഷൻ കൊടുക്കുന്നു പോകുന്ന കുട്ടികളെ 104 ആൾ കയറിയാലേ 1 ലിറ്ററിൻ്റെ ക്യാഷ് കിട്ടുള്ളൂ. അണ്ടർസ്റ്റാൻഡ്? സ്വകാര്യ ബസ് മേഖല മാസങ്ങൾ ലക്ഷങ്ങൾ EMI ഉള്ള ബസ്സായിരിക്കും. അവർ നിരത്തിൽ പമ്പിൽ ഷെഡിലിടല്ലാതെ ഇടാൻ പറ്റാതെ ഓടുകയില്ല, നിവൃത്തിയില്ല. 104 രൂപക്ക് പെട്രോൾ അടിക്കാൻ കൺസെഷൻ 1 രൂപക്ക് കൊണ്ടുപോകണമെങ്കിൽ 104 കുട്ടികളെ കയറ്റിയാലേ 1 ലിറ്ററിൻ്റെ ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് തൊട്ട് മുന്നിലുള്ള ബസ്സിൽ സൗജന്യമോ അല്ലെങ്കിൽ തൊട്ട് ബാക്കിലുള്ള ബസ്സിൽ സൗജന്യമോ ഉണ്ടെന്ന് അറിയുമ്പോൾ ഏത് മലയാളിയും സൗജന്യം ആഗ്രഹിക്കുന്ന സ്വഭാവമാണ്. അപ്പോൾ പുറകിൽ വരുന്ന വണ്ടിക്ക് കാത്തു നിൽക്കും. അപ്പോൾ സ്വകാര്യ ബസ് മേഖല അതോടെ അവതാളത്തിലാവുമെന്ന് ഒരു സംശയവുമില്ല. ഇന്ന് KSRTCയിലെ 5000-ലധികം KSRTCകളിൽ ഏകദേശം ഒരു പകുതിയിൽ 50%, അതൊരു 50-60% 3000-ലധികം KSRTCയാണ് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. 5000-ലധികം ബസ് നിരത്തിലുള്ളപ്പോൾ 3000-ലേറെ മൈൽ ഓർഡിനറിയുമൊക്കെ. മന്ത്രിസഭയിലെ തീരുമാനം ഇപ്പോൾ KSRTC നിലവിൽ സംസ്ഥാന സർക്കാർ 120 കോടി കൊടുക്കുന്നു. അതിന് പുറമെ 120 + 70 കോടി സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കാനുള്ള തീരുമാനമാണ് ഈ സൗജന്യ യാത്ര. അപ്പോൾ 170 കോടി KSRTC കൊടുക്കണം. ഏത് കൊടുക്കുന്നത്? ഈ 2266 ഓരോ സ്വകാര്യ ബസ്സുകൾ അടിക്കുന്ന ഈ ടാക്സ് അതിൽ ഉൾപ്പെട്ട് ആ ക്യാഷ് സൗജന്യ യാത്ര ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഗ്ലാമർ വാഗ്ദാനം ചെയ്തു. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമാണ്. സ്വകാര്യ ബസ് മേഖലയുടെ തകർച്ച. മറ്റൊരു ഭാഗം വാദിക്കുന്നൊരു കൂട്ട് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഒച്ചപ്പാടുകൾ. ഒരു ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ട അപമാന പ്രശ്നമെന്ന് പറയുന്ന സ്ത്രീകൾ. ഏകദേശം ഈ 3500-ലധികം ബസ്സുകൾ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി നിരത്തിലിറങ്ങുമ്പോൾ ഈ 3500-ഓളം 500 കറക്റ്റായി നോക്കിയിട്ടില്ല അത്രയും ബസ്സുകൾക്ക് കണക്ക് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ഈ KSRTC സൗജന്യമായിട്ട് നിരത്തിലൂടെ ഡീസൽ അടിച്ച് ഓടണമെങ്കിൽ ഒരു ബസ്സിന് സംസ്ഥാന സർക്കാർ 12500 രൂപ ഡെയിലി അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ KSRTCയിലേക്ക് 12500 രൂപ ഒരു ബസ് ഓടാൻ കൊടുക്കണം ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. എന്തോ ഒരു ആഭാസമായ തീരുമാനം. കാൽക്കുലേഷൻ കണക്കുകൾ പരിശോധിക്കും നിങ്ങൾ. KSRTC കൂപ്പുകുത്തിയോ തലപ്പൊക്കിയോ അത് മറ്റൊരു വിഷയം. 3500-ലധികം ബസ്സുകൾ നിരത്തിൽ സൗജന്യമായിട്ട് ഒരു വിഭാഗം സ്ത്രീകളെ മാത്രം വോട്ട് ബാങ്ക് ആണോ മറ്റോ ഏതൊരു വാഗ്ദാനം നിറവേറ്റുന്നുള്ളൊരു അഭിമാനം നമുക്കുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി, അത് കൺഗ്രാജുലേറ്റ്. പക്ഷെ 12600 കോടി രൂപ ഇതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്ന് ഇതിനു വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു ബസ് KSRTC ഷെഡിൽ നിന്ന് പ്രഭാതത്തിലെടുത്ത് പ്രദോഷം വരെ ഓടി വരാൻ ഒരു ബസ്സിന് 12500-ഓളം രൂപ സംസ്ഥാന സർക്കാർ കൊടുത്തിട്ട് ഓടണം
ഈ ഒരൊറ്റ ലക്ഷ്യം സ്ത്രീകളെ തൃപ്തിപ്പെടുത്താനുള്ള ഉദ്ദേശത്തിന് അല്ലെങ്കിൽ വാക്ക് പാലിക്കാനുള്ള ഉദ്ദേശത്തിന് ചെയ്യുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് ഭാവിയിൽ ഭയാനകമായിരിക്കുമെന്ന് കണ്ണടച്ചും ചെവി പൊത്തിയും ആർക്കും പറയാം. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അനീഫ കട്ടുപാറ. ഗുഡ് ബൈ.